ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗൈസ് നമ്മൾ തിരിച്ച് കണ്ണൂരിലേക്ക് പോവാണ് ഗൈസ്. കുറെ കാലത്തിന് ശേഷം ആ റിസപ്ഷൻ കഴിഞ്ഞിട്ട് കണ്ണൂരിൽ നിന്ന് 2 മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അപ്പൊ ഇപ്രാവശ്യം ഞാൻ ഇവരെയും പൊക്കിയിട്ടാണ് കണ്ണൂരേക്ക് പോകാൻ. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കണ്ണൂര് പോയിട്ട് കണ്ണൂര് മൊത്തം കറങ്ങാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ നമുക്ക് അങ്ങനെ കറങ്ങാനോ അങ്ങനെ കറങ്ങിയിട്ടുണ്ട്, എന്നാലും ഭയങ്കരമായിട്ട് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ ഇപ്പത്തെ ക്ലൈമറ്റ് വെച്ചിട്ട് കാണാൻ പറ്റിയ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട് അവിടെ. അതിൽ ഏതെങ്കിലും 1-2 സ്ഥലങ്ങളെങ്കിലും നമുക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഞാനും കണ്ടിട്ടില്ല. ഞാൻ എന്തെങ്കിലും കാണാൻ പോണെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങളില്ലാണ്ട് പോവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യലാണ്. അപ്പൊ ഈ കണ്ണൂര് ഞാൻ ഒരു 1-1.5 മാസമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇത്രയും സമയം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകെ കുടിച്ചത് കണ്ണൂർ കോക്ടെയിൽ അതിന്റെ കണക്ക് ഇപ്പോഴും പറയുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ഇത്തവണ നമ്മൾ 6 പേരും കൂടെ പോയിട്ട് കണ്ണൂര് മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കിലുണ്ട്. ഞങ്ങൾ 3 വണ്ടിയായിട്ടാ പോണേ. ഇതിലാണ് അമല് വരുന്നത്. ബാഗ് ഞങ്ങൾ എടുത്ത് വെച്ചോളാം, നിങ്ങൾ അതിൽ പോര്. പിന്നെ ഈ വണ്ടി ഇഷ്ടം പോലെ ശരി, 2 കൂടെ ആയില്ല. അപ്പൊ ഞങ്ങള് ഈ 2 നമുക്ക് ഇറങ്ങാം. രണ്ടാളും കൂടി ഒരു 150-160 കിലോ എടുത്ത്. അപ്പൊ നമുക്ക് ഇറങ്ങാം. നിങ്ങളിൽ പോരിട്ടോ. ഈ അടുത്ത് വരെ കാണാം. അതാ പോണ ഷാമി, ടാറ്റാ. അധികം ദൂരൊന്നും ഇല്ലാലോ. അവൻ വാ. വീഡിയോ കാണുമ്പോഴേക്കും ഇതൊക്കെ കാണാം. ദേവ് ക്ഷമിക്കണം. അങ്ങനെ ഞങ്ങൾ ഇത് ഇറങ്ങിയിരിക്കാണ്. ഞങ്ങള് 4 പേരും ഈ കാറിലും, ബാക്കി 2 എണ്ണം അപ്പുറത്തെ കാറിലുമാണ് ഗൈസ് വരുന്നത്. ഒരു ചില്ല് ചെയ്ത് കഥയൊക്കെ പറഞ്ഞ് കാറിനെ പറ്റി 100,000 സംസാരങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരിക. അതെ, അതാ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഓരോരുത്തേക്ക് പോകും. കാരണം ബോള് പോലെ തട്ടി കളിക്കാനോ ഉദ്ദേശിച്ചത്. അതെ, അതല്ലെങ്കിൽ വേണമെങ്കിൽ ഈ കാറിൽ മൊത്തം ഗേൾസും ആ കാറിൽ മൊത്തം ബോയ്സും ആയിട്ട് നമുക്ക് അങ്ങനെ വേണം ആക്കാം. അല്ലെ, സല്ലുവിന് വേണം അങ്ങോട്ട് തട്ടാം. അല്ലെ സല്ലോ? എന്തായാലും ഞങ്ങൾ അടിച്ചു പൊളിച്ച് പോകാൻ പോണി. ഈ പോകുന്ന പോക്കിൽ അഞ്ചി നമ്മൾ എല്ലാ ഫുഡ് സ്പോട്ടിലും നിർത്തണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. ആദ്യത്തെ ഫുഡ് സ്പോട്ട് അഞ്ചി, മറ്റേത് ഏത് രണ്ടാമത്തെ സ്റ്റോപ്പ് കണ്ണൂർ കോക്ടെയിൽ എന്തായാലും കഴിക്കണം. അത് എന്തായാലും കഴിക്കണം. 5 പ്രാവശ്യം കുടിച്ചിട്ട് നമുക്ക് തോന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ആകെ ഞാൻ അവിടെ പോയിട്ട് കണ്ണൂരിന്റെ പറഞ്ഞിട്ട് ചെയ്തൊരു സാധനം ഈ കണ്ണൂർ കോക്ടെയിൽ കുടിക്കല. കാണാൻ വരെ പോയിട്ടില്ല. ഭയങ്കര അവസ്ഥ ആലോചിച്ചോക്ക്. 1.5 മാസം കഴിഞ്ഞ് ഞാൻ ഇതുവരെ എവിടെയും പോയിട്ടില്ല. ഇവരെന്നോട് പറയും ഞങ്ങളില്ലാതെ പോയില്ലേന്ന്. അത് കേക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും പോയിട്ടില്ല. ഞങ്ങൾ 5 ഇല്ലാതെ എങ്ങോട്ടും പോയില്ലല്ലോ. 5 വന്നാൽ ഞങ്ങൾക്ക് പെരുന്നാളാണ്. അവിടെ പോവാ, ഇവിടെ പോവാ, ഫുഡ് കഴിക്കുക, പുറത്തിറങ്ങാം. അല്ലേ, 5 വന്നാലേ നമ്മള് പുറത്തിറങ്ങലുള്ളൂ. അതെ, 5 വന്നാലും ഞങ്ങൾ ഫുൾ എക്സ്പ്ലോറിംഗ് ആണ്. ഷൂട്ട് വേറുണ്ടാവും, പക്ഷെ അതിന്റെ ഇടയിൽ ഞങ്ങൾ സമയം കണ്ടെത്തി നട്ടപ്പാതിര വരെ ഫുള്ള് കറങ്ങിയടിച്ച് അങ്ങനെയൊക്കെയാണ് ഞങ്ങളൊരു രീതി. ഇനിയിപ്പോ കണ്ണൂരേക്ക് അങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോ പിന്നെ കണ്ണൂർ എക്സ്പ്ലോർ ചെയ്യാം. അപ്പം ഞങ്ങള് ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്പെഷ്യൽ ഒരു ജ്യൂസ് ഷോപ്പ് ഉണ്ട്. നമ്മുടെ സ്ഥിരം നമ്മൾ ഈ വഴിക്ക് പോകുമ്പോൾ കുടിക്കുന്നതാണ്. ഇളനീൻ്റെ ഒരു ജ്യൂസ് ഷോപ്പ് ഉണ്ട്. അപ്പം അവിടെ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള്. അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്പോട്ട് വളരെ സക്സസ്ഫുൾ ആയി ഫെയിലർ ആണ്. അതെ, പൂട്ടിയിട്ടിരിക്കുന്നു. ഇളനീര് ഇവിടെ നിന്ന് കുടിക്കാതായിരുന്നു നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പുറത്തുണ്ട്, നമുക്ക് അവിടെ പോയി പോവാ. എങ്ങോട്ടാണ് പോണ്ടേ? അവിടെ നടന്നോളാ. വിചാരിച്ചത് കിട്ടിയില്ലെങ്കിലും കിട്ടിയ നല്ല ടേസ്റ്റ്. ഞങ്ങൾ എങ്ങനെയൊക്കെയോ അത് ഒപ്പിച്ചു. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റ്, ഇഷ്ടം. നമ്മൾ കുറച്ച് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ക്ഷീണിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്തല്ലല്ലോ, നല്ല എനർജി. അങ്ങനെ ജ്യൂസ് ഒക്കെ കുടിച്ചു കഴിഞ്ഞ കേസ് ഞങ്ങൾ യാത്ര വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഈ കുളം ഇതുണ്ടോ, ഇങ്ങനെ ഒരു കുളമുണ്ട്. ഇതിന്റെ സൈഡിലാണ് നമ്മൾ സാധാരണ ഈ ഒരു റൂട്ട് പോകുമ്പോൾ ജ്യൂസ് കഴിക്കാൻ വേണ്ടി നിർത്താറ്. പക്ഷെ സാധാരണ പോകുന്ന സ്ഥലം ഇന്നില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് നല്ല അടിപൊളി ജ്യൂസ് കുടിച്ച്. ഇതുണ്ടോ നടുവില് ഇങ്ങനെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. ഏതാ അമ്പലം എന്നൊന്നും അറിഞ്ഞൂടാ. നല്ല രസമുണ്ട്. എന്താന്ന് പറയാ അറിയില്ല പക്ഷെ ഇത് ഒരു സംഭവമാണ്. നട്ടാപ്പോലും ഞാൻ വെയിലുണ്ട്. ഗൈസ് ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് വടകര ഒക്കെ കഴിഞ്ഞിട്ടോ. വടകര മാഹിക്കൂടെയാണ് ഗൈസ് ഞങ്ങൾ പോകുന്നത്. നല്ല അടിപൊളി റോഡ്, കിടില റോഡാണ്. ഇതിപ്പോ നമ്മള് വരുന്ന ബൈപ്പാസ് ഇല്ല, പണി നടന്നുകൊണ്ടിരിക്കുന്ന ബൈപ്പാസ് ഇല്ല, അതില് ഓപ്പൺ ചെയ്ത് കൊടുത്തൊരു ബൈപ്പാസ് അല്ലേ അത്.
ആ ഫുൾ പാലോ റോഡും കൂടി ഇങ്ങോട്ട് സെറ്റ് ആയാല് ശരിക്കും ഇനി അഞ്ചിക്ക് ഒരു സ്ട്രെച്ചിൽ ഇങ്ങനെ മാത്രമല്ല ഒറ്റ ഒരു 1.5 മണിക്കൂർ കൊണ്ട് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് എത്തി. അതെ, ഒന്നും നോക്കാനില്ല. ഇപ്പൊ ശരിക്കും 2-2.5 3 3.5 മണിക്കൂർ ട്രാഫിക്. ഇപ്പൊ പണികളും എല്ലാം കൂടി ട്രാഫിക്കും കൂടെ ആണെങ്കിൽ 4 മണിക്കൂറാണ് നമ്മളെ കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക്. തളിപ്പറമ്പിലോട്ട്. ആ, തളിപ്പറമ്പിലേക്ക്. ഞങ്ങള് രാവിലെ പുലർച്ചയ്ക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചു കേട്ടോ, കാരണം ട്രാഫിക് ഒന്നും കിട്ടാതെ. പിന്നെ ലേറ്റ് ആയി പോയി, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒരു ഉച്ച സമയത്താണ് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിയത് നന്നായി തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ നല്ല സുഖമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ അധികം ട്രാഫിക് ഒന്നുമില്ല, ഉച്ചയായതുകൊണ്ട്. നല്ല റോഡിലെ നല്ല റോഡ്. ഇതാ ആ ഒരു പുറകില് ഗൈസ് അമലും ജുനു ദേ ആ വെന്യൂല് പുറകിലുണ്ട്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ അതാണെന്ന് വിചാരിച്ചു. നോക്ക് റോഡൊക്കെ, റോഡ് നല്ല രസമുണ്ട്. അമലേട്ടനെ കടത്തി വിടുന്നില്ല ഗൈസ്. അമ്മലോട്ട് ഞാൻ പോയിട്ട് പോയാ മതി. നല്ല രസമല്ലേ ഇവിടെ കൂടെ ഓടിക്കാൻ? നല്ല രസമുണ്ട്. ഞങ്ങൾ എയർപോർട്ടിലേക്കൊക്കെ പോകണം. ഞങ്ങൾ അന്ന് എങ്ങനെയാന്നറിയോ, മറ്റേ കല്യാണത്തിന് ശേഷം രാത്രി ഇവിടെ കൂടെ വന്നതാണ് ഞങ്ങളുടെ ഓർമ്മ. അത് വല്ലാത്തൊരു ദിവസമായിരുന്നു ഗൈസ്. അന്ന് ഭയങ്കര എന്തൊക്കെയോ ഒരു മൈൻഡിലാണല്ലോ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇന്ന് ഇമോഷൻസിൽ. ഇന്നിപ്പോ നമ്മള് ഭയങ്കര സന്തോഷത്തിൽ കണ്ണൂർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് അഞ്ചിനെക്കാട്ടി കൂടുതൽ ഞങ്ങൾ എക്സൈറ്റഡ് ആണ് അങ്ങോട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട്. നമ്മളിങ്ങനെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ ഒരു ബാക്കിലുണ്ട്, അഞ്ചി ഓരെ കടത്തി വിടുന്നില്ല. അതെ, അമലേട്ടനെ കടത്തി വിടാൻ സമ്മതിക്കുന്നില്ല. ഒരു രണ്ടുപേരും കൂടെ കമ്പനി അടിച്ചത് കിട്ടും. പറയുമ്പോ അഞ്ചിക്ക് സ്പീഡ് ഉണ്ട്, കുറച്ച് അടിച്ചാൽ 100 വേണ്ട. അവിടെ 80-60 പോയാൽ മതി. 60 പോണ്ട. ബൈക്കിൽ വണ്ടി സ്പീഡിൽ വരും. വീഡിയോ എടുക്കുക. എന്താ റീലിന് ഷൂട്ട് ചെയ്യാല്ലേ? അവനായിട്ട് ഫസ്റ്റ് അടിച്ച് അത് നമ്മള് സൈഡാക്കി കൊടുത്തോണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി സൈഡാക്കിയതാ. പോയി ഇവരെന്താ ഫസ്റ്റ് അടിച്ച് കളിക്കുന്നോ? ഒരു മുന്നിൽ പോയി. ഇനി ഞങ്ങൾ സമാധാന പ്രിയരാണ്, മെല്ലെ പോകുള്ളൂ. ഈ റോഡ് അവിടെ വരെ ഉണ്ടെങ്കിൽ സുഖാ. അതിപ്പോ തീരും. ആകാശത്ത് കൂടെ പോകുന്ന ഫുള്ള് ആകാശം മാത്രമേ കാണുന്നുള്ളൂ. ഗൈസ്, ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ ടയർഡായി. ഇനി ഫുഡ് കഴിച്ചിട്ട് ഒന്ന് എനർജി ആയിട്ട് വണ്ടിയൊക്കെ ഓടിക്കാം. ഏതാ ഇവിടേക്കാണോ കയറാൻ പോണത്? ഇതെന്താ മോളാണോ? മോളാല്ലേ? ഇവിടുന്ന് എന്താ കിട്ടുന്നത് അത് നമുക്ക് കഴിക്കാം ഗൈസ്. അങ്ങനെ നമ്മള് ഇവിടുത്തെ മോളിൽ വന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മള് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ബിരിയാണിയും പിന്നെ പള്ളിച്ചോറ്. ചുനു അവലാണ്ടാട്ടോ അത് ഓർഡർ ചെയ്തത്. ഇനി പാളി ഉണ്ടെങ്കിൽ ഓരായി ഒരേ പാളായി. ഞങ്ങളെ ബിരിയാണി മഞ്ഞച്ചോറാണോ? ആണോ? അതല്ല മഞ്ഞച്ചോറല്ല, വെളിച്ചോറല്ലേ? ഷെയറും ചെയ്യില്ല. കേടായ കഴിഞ്ഞ് അഞ്ചി. ഇതിന് ശേഷം നമ്മള് ഷോപ്പിംഗ് ഒരു ഗെയിം കളിച്ചോട്ടെ. നമുക്ക് ഷോപ്പിംഗ് ഇവിടെ നല്ല രസമുണ്ട് ഗൈസ്. അതായത് ഒരു തിരക്കൊന്നും ഇല്ലാത്ത നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടൊരു ഇത്. അതുകൊണ്ട് നല്ല രസമുണ്ട്. അപ്പൊ ഇവര് വേണമെങ്കിൽ ഗെയിം കളിച്ചോട്ടെ. നമ്മള് കളിച്ചോളി. അപ്പത്തേ നമ്മള് ഷോപ്പൊക്കെ ചെയ്യും. എന്നിട്ട് മെല്ലെ റിലാക്സ് ആയിട്ട് ഇറങ്ങും. അങ്ങനെ ഗൈസ് ഫുഡ് എത്തിയിട്ടുണ്ട്. ഇതാണ് പള്ളിച്ചോറ് കേട്ടോ. അതെന്താ സാധനം? പള്ളിക്കറി ഭയങ്കര ഫേമസ് ആണ്. നമ്മള് തിന്നോ ടേസ്റ്റ് ചെയ്ത് നോക്ക്. എങ്ങനെയുണ്ട് പറ. കയ്യുള്ളിയ എടാ ഒരു സ്പൂണുണ്ടോ ജുനു? ഇഷ്ടായാ? അത് സക്സസ് ആയി ഗൈസ്. ഇനി ഞങ്ങളെ ബിരിയാണി വന്നിട്ടുണ്ട്. ഇതെന്താ അവസ്ഥ നോക്കി നോക്കട്ടെ. ലെഗ് ഷാമിന്റെ കുത്തകയാണ് ഗൈസ്. താങ്ക് യു. നല്ലതാ? ഇഷ്ടപ്പെട്ടാ? നല്ലതാ? ഞാൻ അടുത്തല്ലോ. എന്താ അറിയോ, വേണോന്ന് വെച്ചിട്ട് ഷാമിക്ക് വേണോന്ന് വെച്ചിട്ട് വേണോന്ന് പറഞ്ഞാൽ കൊടുക്കൂല. അതിനും വേണ്ടിട്ടാണ് ചോദിച്ചത്. ശരി, 5 ഉള്ളപ്പോ ഞാൻ തകരുവോ ലഞ്ചി? രണ്ടാകും ഓരോ ലെഗ്. സമാധാനമാണ് ഇവിടെ വേണ്ടത്. പൈനാപ്പിൾ ജ്യൂസും ടീഷർട്ടും ഒരേ കളർ നോക്ക്. കറക്റ്റ്. ഒരു ഗെയിം കളിക്കാണ്. ആ നേരം കൊണ്ട് ഇതാ ശ്രീ ഒരു ടോപ്പ് പോയി കഴിക്കും. ഇനി ഞങ്ങളൊന്ന് വെറുതെ ഇറങ്ങാൻ വിടാൻ പറ്റില്ല. ഇവിടുന്ന് ഓരോന്നും വാങ്ങിച്ചളയും. അങ്ങനെ ഗൈസ് നമ്മളിത് മോളിൽ ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് എന്തിനാഞ്ചി? കണ്ണൂർ കോക്ടെയിൽ കുടിക്കാൻ. ഇപ്പൊ ബ്ലോക്ക് ഒക്കെ തുടങ്ങി. നേരത്തെ ഞങ്ങൾ നല്ല സുഖമായിട്ട് ഒറ്റ സ്ട്രെച്ചിന് വന്നതായിരുന്നു. അതില്ലേ കുറച്ചു നേരം നമ്മൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഓരോന്ന് വാങ്ങിക്കാനായിട്ട് പോയി. അപ്പൊ പിന്നെ ഈവനിങ് സ്കൂൾ വിടുന്ന അങ്ങനത്തെ ഒരു സമയമായല്ലോ. കഴിഞ്ഞാൽ കുറച്ച് റിലാക്സ്ഡ് ആയി പോകും. അങ്ങനെ കുറച്ച് സമയം അവിടെ പോയി ഇല്ലെങ്കിൽ എപ്പോഴാ എത്തേണ്ടതാ. കോക്ടെയിൽ നമ്മുടെ കയ്യിലെത്തിയിരിക്കുകയാണ് ഗൈസ്. നോക്കട്ടെ, ഇതാണ് കണ്ണൂർ കോക്ടെയിൽ. ഞാൻ ഫസ്റ്റ് ടൈമാ കഴിക്കുന്നത്. നമുക്ക് ഇവിടെ നിർത്തി കഴിക്കാനുള്ള വകുപ്പില്ല. ഓ
ഉണ്ട്. ഇത് പപ്പായും എങ്ങനെയുണ്ട്? കേട്ടോ. അടിപൊളി എഞ്ചി. പപ്പായും ക്യാരറ്റും. പപ്പായ, ക്യാരറ്റ്, പാല്, പിന്നെ അതില് കുറച്ച് ഉറുമാമ്പഴം ഉണ്ട്, കാഷ്യൂ. അടിപൊളി. നല്ല രസമുണ്ട്. എന്റെ മോനെ പോളി സാധനം ഇഷ്ടായോ? ഇഡ്ഡലേ ഞങ്ങൾ ഇതേ വണ്ടി സൈഡാക്കിയിട്ട് കഴിക്കുകയാണ് ഗൈസ്. അതല്ലെങ്കിൽ 5 മണി ഡ്രൈവ് ചെയ്യുന്ന അതിനോട് നമുക്ക് കഴിക്കാൻ പറ്റൂല. ഞാൻ എന്റെ കണ്ണൂർ കോക്ടെയിലും കുടിച്ച് ആ. ശ്രീ ആകെ കാൽഭാഗ കുടിച്ചത്. എന്നിട്ട് അതിന്റെ കൂടി കുടിച്ചോണ്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായി. നമുക്ക് ഇഷ്ടല്ലേ? ശ്രീക്കും ഇഷ്ടായിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ കുടിക്കൂല അങ്ങനെ. അതല്ല നമുക്ക് പപ്പായ അത്ര ഇഷ്ടമല്ല. വഴി തെറ്റി മുന്നിലുള്ള കാർ ഏതോ വഴിക്ക് പോയി. നമ്മളിപ്പോ വേറെ ഏതോ വഴിക്ക് പോയി. മുന്നിലിരുത്തിയപ്പോഴെങ്കിൽ ഞാൻ കറക്റ്റ് വഴിയാ ആ ഓടിച്ച വീട്ടിലെത്താനായി ഗൈസ്. ഇവൻ ചുറ്റിച്ചു അതെന്തില്ല നമ്മൾ ഒരെക്കാളും മുന്നിലെത്തും. നമ്മളേതോ ഇവിടെ ഉള്ള ലെഫ്റ്റ് അങ്ങാടിയിലാണ് ഇപ്പൊ എത്തിയത്. അതെ. ഏതോ ബൈപ്പാസ് ആണ് പിടിക്കണെങ്കിൽ റോഡ് മെയിൻ റോഡ് എത്തി. അവിടെ റൈറ്റ് അമലേട്ടനെ വിളിച്ചപ്പോ അമലേട്ടൻ പറഞ്ഞത് നിങ്ങൾ ഏതോ ഉള്ളിലുള്ള സ്ഥലത്താണ്. അമലേട്ടൻ അറിയാൻ പോലും ഇല്ലേ വഴി. ഗ്രാമം പോലത്തെ ഒരു സ്ഥലത്താണ് ഇവൻ കൊണ്ടെത്തിച്ചത്. ഇത് സ്ട്രൈറ്റ് പിടിച്ചു കഴിഞ്ഞാൽ സ്ഥലത്തി. ബൈപ്പാസ് എത്തി. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഇത് നമ്മൾ അന്ന് വന്ന വഴിയല്ലേ? അന്ന് വിടുന്ന വഴി അതന്നെയാ പറഞ്ഞേ. അപ്പൊ നമ്മൾ എത്താനായില്ലേ? എത്താനായി. ഇപ്പൊ എത്ര സമയമുണ്ട് സല്ലിന്? ഇനി 25 മിനിറ്റ് കൂടെ ഉള്ളൂ. 25 മിനിറ്റാ. ഉറങ്ങി വരാം. ശ്രീ അറിയിക്കും. ഉറപ്പിച്ച് വിട് പാപ്പാ. Guys, ഇവിടെ ഭയങ്കര ബസ്സൊക്കെ വരുന്നുണ്ട്. ഭയങ്കര രസം. അവിടെ മുതൽ ഇവിടെ വരെ 5 ഒരൊറ്റ ഡ്രൈവാണ്. കോഴിക്കോട് മുതൽ കണ്ണൂര് വരെ ആർക്കും വണ്ടി തരുന്നില്ല ഓടിക്കാൻ. എത്രയോ നേരമായി ഞാൻ പറയുന്ന ഒന്ന് എണീറ്റ് പോയിരുന്നു ഓടിക്കുന്നു. ആർക്കും ഓടിക്കണ്ട. എന്താന്നറിയില്ല, 5 ഓടിക്കുന്ന വണ്ടിയിലിരിക്കാൻ നല്ല സുഖം. ഇനി നിങ്ങൾ അങ്ങനെ സുഖിക്കുന്ന നിങ്ങൾ കരുതണ്ട. നീ എത്തിയിട്ട് പറയട്ടോ. ശരി എന്നാ. ഉറങ്ങാൻ പോകും. ശരി സല്ല് നമ്മള് വിട്ടു. നമ്മൾ മംഗലാപുരം എത്തും. അതന്നെ ഞങ്ങൾ അവിടെ അവിടെ ഇറക്കിട്ട് പോകും. ഊരെത്തുന്നതിന് മുന്നേ നമ്മൾ എത്തണം. വഴി തെറ്റിട്ട്. ഓക്കെ വഴി തെറ്റിയിട്ടല്ല. തെറ്റിയ വഴി നമ്മൾ പെട്ടെന്ന് എത്തണം. ഓക്കെ അഞ്ചി പറപ്പിച്ച് വിടും. ചാടി ഇരിക്കും. നേരെ പോങ്ങോട്ട്. നല്ല രസമുണ്ട് ഈ വഴിയൊക്കെ. ഇങ്ങോട്ടാണോ? ഇങ്ങോട്ടാണോ? അറിയില്ല. എന്തായാലും നമ്മൾ എത്തും. എടുത്ത് എവിടെങ്കിലൊക്കെ എന്തായാലും എത്തുന്നു ഞങ്ങൾക്കും അറിയാം. കറക്റ്റ് സ്ഥലത്ത് എത്താന്നാ ചോദിച്ചത്. അയ്യോ വഴി തെറ്റി. ആ തെറ്റി 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 തെറ്റിയില്ലേ? പിന്നെ തെറ്റി. കുറച്ച് മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റ് അടിക്കാം. മോട്ടിവേഷൻ കേട്ടപ്പോഴേ എനിക്ക് തോന്നി യൂട്ടേൺ എടുക്കണ്ടില്ല. യൂട്ടേൺ എടുക്കണം. ശ്രീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഇവര് വഴി തെറ്റിച്ച് കളിക്കാൻ തുടങ്ങി നേരത്രയെന്ന് അറിയാം. ഇവിടെ 100 ലെഫ്റ്റ് 100 റൈറ്റ് ആണ് ഗൈസ്. ഇന്നാലും ഇല്ലേ ഗൈസ് വഴി തെറ്റിക്കുന്നതിന്റെ ഒരു കണക്ക്. ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെടാ. അവൻ അവിടെ ഇരുന്ന് പറയാ ആ ഇതിലെ ഭദ്രത്തല്ല അതല്ല ഈ വഴിയൊന്നും ഈ എടുത്തോ. എവിടെയാ? ഈ ലെഫ്റ്റ്. എത്ര നേരം ഒരാടെത്താനായി. ഇനി പോരെ മുന്നിലെത്താനൊന്നും പറ്റുന്നില്ല. നമ്മള് ചായ അടിച്ചു വന്നറിയാം. വിളിച്ചു പറയും നമ്മള് ചായ അടിക്കാൻ കയറിയെന്ന്. എനിക്ക് വയ്യ. എനിക്ക് അവിടെ എത്തിയിട്ട് ഒന്ന് കിടക്കണം. ഈ ഉറങ്ങണ ഓ ഈ നേരെ ബൈപ്പാസിൽ വന്നാ പറയുന്നില്ലേ? എപ്പ എത്തണ്ടേനു? അവിടുന്ന് ഇങ്ങോട്ട് എത്താനല്ലേ? അതിനെ നമ്മള് ഇങ്ങനെ വന്നല്ലേ? ഇത് പറഞ്ഞു ഞാനല്ല മാപ്പല്ലേ പറഞ്ഞേ. വിമാന പുളക്കിതനായിട്ട് ഈ പറയും. വഴി തെറ്റുന്നത് വേറെ, ഇവരെ കച്ചറ വേറെ. ഞാൻ പിന്നെ വീട്ടിലെത്തിയിരിക്കുന്നു അല്ലേ? അതെ അതെ. ഇങ്ങനെ വീട്ടിലെത്തി ഒരുപാട് നേരത്തെ ഡ്രൈവിങ്ങിന് ശേഷം ഒരു 125 കിലോമീറ്റർ അത്രേ ഉള്ളൂ. തീരെ ക്ഷീണിച്ചില്ല. എന്തേ അതാണല്ലേ വന്ന് കയറി അപ്പൊ തന്നെ ഞങ്ങൾ ചായ കുടിക്കായിരുന്നു. അടിപൊളി പഴംപൊരി അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പഴംപൊരി പിന്നെ എന്തായിരുന്നു? കൊക്കോട ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്, ചൂട് ചായയുണ്ട്. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്ത സമയത്ത് ഒരു സ്ഥലം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് സല്ലൂനെ. ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാരും കൂടെ നടക്കാൻ ഇറങ്ങിയതാണ് സംഭവം. ഇവിടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാല് നല്ല രസമാണ് ഈ സമയത്തൊക്കെ നടക്കാൻ. നടക്ക് നടക്ക് വേഗം നടക്ക് വേഗം. ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നല്ലൊരു മലമുകൾ പോലത്തെ അതാണ് അവിടെ എന്താ ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അതെ, ഇതൊരു ഒഴിഞ്ഞ മല പോലത്തെ ഒരു സ്ഥലമാണ്. അതെ. നമ്മളെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടിട്ട് വേണം നമ്മളെ നാട്ടിനെ പറ്റി ഞങ്ങൾ അറിയാൻ.
കാട്ടുപൂച്ചയാണ് കടിച്ചു നല്ല ഭംഗിയുള്ള പൂച്ച. കടിച്ചു പറിക്കുന്ന സൺസെറ്റിന്റെ സമയമല്ല, സൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സമയമാണ്. പക്ഷെ നല്ല രസമുണ്ടല്ലോ ഇവിടെ കൂടെ നടക്കാൻ. കാടാണ് ഇവിടെ. അതെ, കാണുമ്പോ ചെറുതായിട്ട് പേടിയാവുണ്ടല്ലോ സല്ലു. റബ്ബറാ, പക്ഷെ നല്ല തണുപ്പ് ഈ ഏരിയയിലോട്ട് വന്നു. ഇവിടേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു ഏരിയ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ഓടി വന്നില്ലേ, അവിടെ നിന്ന് ഒരു ഏരിയ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേ ഭയങ്കര തണുപ്പടിക്കുക. നല്ല തണുപ്പല്ലേ, പെട്ടെന്ന് തണുപ്പായ പോലെ ഫീൽ ചെയ്യുന്നില്ലേ? കൊടും കാട്. ഈ കൊടുങ്ങാട് എനിക്ക് വീഡിയോ കോൾ കാണിച്ചത് ഓർമ്മയുണ്ട്. ഇതിലൂടെ വേണം മുകളിലൂടെ പോലെ. അതിലെ ഞാൻ ഓടിയത്. ഇതൊക്കെ ഗൈസ് ചെറുതാണ്. ഇനി നമ്മള് നമ്മുടെ ഹോം ടൗൺ കാണാൻ പോകുന്നേ ഉള്ളൂ. നാളെ നമ്മള് അമലേട്ടന്റെ നാട് മൊത്തം കാണാൻ പോവാണ്. റെഡി അല്ലേ? റെഡി. പിന്നെ വേറൊരു സ്പെഷ്യൽ സ്ഥലം അമലേട്ടൻ കാണിച്ചതാന്ന് നിങ്ങൾ അപ്പൊ കണ്ടാ മതി. അവിടെ മോളോട് കയറാം. ആ വടി ഒന്ന് മാറ്റുമോ? നാം സമാധാനം നടക്കായിരുന്നു. അടി കിട്ടുമെന്നൊരു പേടി. അടിക്കൂല, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആവശ്യത്തിന് അടിക്കും. ക്ഷീണിച്ച് അയ്യേ. ഒന്ന് ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഒന്ന് പുറകോട്ട് ആക്ച്വലി എന്റെ ഫോണാണെന്ന് തോന്നുന്നു അടിപൊളി ആയിരിക്കുന്നത്. എടാ എന്റെ ഫോൺ നോക്കണ നല്ല രസമുണ്ട്. കേറിയിട്ടേ ഉള്ളൂ. നോട്ടെ ക്ലാരിറ്റി. ഷാം ഇത് അവിടെ എത്തിട്ടോ. കിട്ടില്ല ബാക്ക്ഗ്രൗണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇത് ഭയങ്കര ഹൈറ്റിൽ ഓൾറെഡി സ്ഥലം നിൽക്കുന്നത്. ഇനി ഇതിന്റെ മുകളിലേക്ക് കാര്യമായിട്ടൊന്നുമില്ല. നോക്കി നല്ല ഇരുടായി കഴിഞ്ഞാല് ഇവിടൊക്കെ ചിലപ്പോ ലൈറ്റ് ആയിരിക്കും. എവിടെ ലൈറ്റ്? ഇവിടൊക്കെ ലൈറ്റ്. അവിടെയൊക്കെ ലൈറ്റ്സ് കാണും. കാരണം നമ്മൾ നല്ല ഹൈറ്റിലാ. അങ്ങോട്ട് ഉണ്ടോ? ഇത് ഇനിയും കേറാണ്ട് ഗൈസ്. ഇതാ അങ്ങോട്ടേ പോക്ക്. ഒരുപാട് കേറാണ്ട്. അവിടെയൊക്കെ ഇപ്പൊ ഈ ക്യാമറ കാണുന്ന വെളിച്ചൊന്നുമില്ല ഇവിടെ. ക്യാമറയിൽ കുറച്ച് ഓവർ ലൈറ്റ് ഉണ്ട്. ശരിക്കും ഇത്ര ലൈറ്റ് ഇല്ല ഇവിടെ. അതുകൊണ്ട് 10 മിനിറ്റിനുള്ളിൽ ഇവിടെ ഇരുടാവുന്നതാണ്. അതിന് മുന്നേ നമുക്ക് ഇറങ്ങണം. ഇരുടായി കഴിഞ്ഞാൽ പേടിയും. ഒന്ന് ആ കാട് കാണിച്ചു കൊടുത്ത്. ഒരു മിനിറ്റ്, ആ കാട് നോക്ക് നീ ഒന്ന്. സല്ലു ശരിക്കുള്ള ലൈറ്റിലേക്ക് കൊണ്ടുപോയി. ഇത് ഭയങ്കര ലൈറ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും ഞങ്ങള് കാണുന്ന വെളിച്ചം ഇപ്പൊ നിങ്ങള് കാണില്ലേ, ഇതാണ് ശരിക്കും ഇവിടുത്തെ ലൈറ്റ്. ബ്ലൂ. എന്തായിരുന്നു ആ സ്റ്റാറിന്റെ? ഗൈസ് ഞങ്ങൾ തിരിച്ചു കിടക്കാണ്. കാരണം കണ്ടില്ല, നല്ല ഇരുടാണ്, കൊതുവാണ്, പിന്നെ ക്ഷീണായി. അതൊക്കെയാണ് കാരണങ്ങൾ. ഞങ്ങള് നേരെ ഇവിടെ വീട്ടിലെത്തി ചായ കുടിച്ച് നടക്കാൻ വേണ്ടി വന്നതാണ്. അപ്പത്തേക്ക് ഇരുടായി. ഇനിയിപ്പോ നാളെ നമുക്ക് കറങ്ങാല്ലേ. നാളെയാണ് കറക്കത്തിന്റെ ദിവസം. പിന്നെ ഇന്ന് രാത്രി ഇപ്പൊ നമുക്ക് അമ്മ ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറി അതാണ് ഷൈന് ചിക്കൻ കറി, പക്ഷെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വറുത്തരച്ച ചിക്കൻ കറി. ഇനി നമുക്ക് പോയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി ഉണ്ടാക്കാം. പുറകിൽ ഇവരെല്ലാവരുടെയും കൂടെ ഉള്ള ഒച്ചയും വിളിയാണ് കേട്ടോ കേൾക്കുന്നത്. കയറ്റം പോലെയാണ്, ഒറ്റയ്ക്ക് നടക്കാൻ വയ്യ. ഇത് 3 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങി താങ്ങി അത്രയും നടക്കാൻ പറ്റുന്നില്ല. നല്ലൊരു തണുപ്പുള്ളതുകൊണ്ട് നല്ല രസമുണ്ട്. അതെ, ഇവിടെ ഫുള്ള് റബ്ബറാ, അതിനോട് തന്നെ നല്ല തണുപ്പുണ്ട്. റബ്ബർ. ഞങ്ങൾ നടത്തത്തൊക്കെ കഴിഞ്ഞു വന്ന് കുറച്ച് നേരം ഇവിടെ വെറുതെ ഇരുന്നു. അതിന് ശേഷമായിട്ടതേ നമുക്ക് ഡിന്നർ വന്നു. നല്ല അടിപൊളി നൈസ് നല്ല സോഫ്റ്റ് ചപ്പാത്തി, അമ്മേന്റെ സാലഡ് ഭീകര ടേസ്റ്റാ. അമ്മേന്റെ സ്പെഷ്യൽ ചിക്കൻ കറി, വറുത്തരച്ച ചിക്കൻ കറി. അത് അമ്മേനോട് ചെയ്യണമേ. അമ്മ ചിക്കൻ പൊരിച്ചിട്ട് വറുത്തിട്ട് മിക്സ് ആക്കിയിട്ട് അതിലിട്ടിട്ട് പിന്നെ തേങ്ങ വറുത്തിട്ട് അരച്ചിട്ട് അടിപൊളി ടേസ്റ്റ്. നല്ല ടേസ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റ്. ഓറഞ്ച് അമ്മേ, കറി അടിപൊളി, കറി അടിപൊളി, ഒന്നും പറയല. ഉണ്ടായിരിക്കാം, ഒന്നും പറയണ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സോഫ്റ്റ് ചപ്പാത്തി, ചിക്കൻ കറി, സാലഡ്. തിന്നു നോക്ക് മോനെ, കറി കിടിലൻ ടേസ്റ്റ്. ഓക്കേ ഗയ്സ്, ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാം. എപ്പോഴൊക്കെ ഞങ്ങൾ പറഞ്ഞു സാലഡ് ഒക്കെ കുടിക്കണം. സാലഡ് നിങ്ങൾക്ക് വേണ്ടി എനിക്കൊന്നും കണ്ടു. അപ്പൊ കാന്താരി ഇവിടെ വെച്ച് എന്നിട്ട് നമ്മള്
ചിക്കൻ പീസ് എന്നിട്ട് നമ്മൾ ഒരു ചിക്കൻ പീസ് വെച്ച് ചെറുതായിട്ട് മടക്കി കുറച്ച് ചിക്കൻ കറിയിൽ ഡിപ്പ് ചെയ്തിട്ട് കിടിലം കറി. ചോക്ലേറ്റ് ആ ചോക്ലേറ്റ്സ് എവിടെ നിന്ന് കിട്ടിയതറിയോ? നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ അമലിന്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടും അവരുടെ ഫാമിലി വന്നിരുന്നു. അപ്പൊ അവര് നമുക്ക് വേണ്ടി കൊണ്ടുവന്നാണ് ആ ചോക്ലേറ്റ്സും പിന്നെ ഡയറി മിൽക്കും പിന്നെ കേക്കും. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതെന്നാണ് ആ ചോക്ലേറ്റ്സ് അവളുടെ കയ്യിലെത്തിയത്. അതെ, ഇത് കഴിഞ്ഞിട്ടാണ് ഇനി ചോക്ലേറ്റ്സ്. അതിനുശേഷം എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇതാണ് സുപ്രസിദ്ധമായ അച്ചാറ്. കഴിച്ചു തീർക്കുന്നു. ഒരേ സ്വരത്തിൽ പറയുന്നു. ദിവസം ഇവിടെ 2 നേരം ഞാൻ കഴിക്കുന്നുണ്ട്. ഷൈനും ഞാനുമാണ് ഈ അച്ചാറിന് പിന്നെ കട്ടക്ക് നിക്കാം. ഇവര് വന്ന സ്ഥിതിക്ക് ഇവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. ഇതില് ആർട്ടിഫിഷ്യൽ ഒന്നും ചേർക്കാത്ത ആ തണുപ്പ് വിനാഗിരി ഒന്നും ചേർക്കൂല, ഒന്നും ചേർക്കാത്ത അച്ചാറാന്ന് പറയുന്നത്. റിയാക്ഷൻ എടുക്കാൻ ചെല്ലും. ചൂട് കഞ്ഞി, നല്ല ചൂടുള്ള കഞ്ഞി, നല്ല ചൂടുള്ള കഞ്ഞി. ഇങ്ങനെ ചൂട് ചൂട് വരണം. അതിന് അതെ, ഈ അച്ചാറ് കുറച്ചെടുക്കുക. കുറച്ച് നല്ലൊരു കരണ്ടി കഞ്ഞി കഴിക്കണം. പിന്നെ ഈ അച്ചാർ ഇപ്പൊ ഇനി നിങ്ങൾ പറ, ഞാൻ ഇത് കഴിക്കുന്നതിന് എന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റില്ല. ഞാൻ എത്ര കുപ്പി തീർക്കും? അല്ല, അതാണ് ഇത് മൂന്നാമത്തെ 1.5 മാസത്തിനുള്ളില് മൂന്നാമത് ഫില്ല് ചെയ്ത് വെച്ചാ. ഫസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അമ്മ ഫുൾ ഫില്ല് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ തീർന്നു വന്നപ്പോ അടുത്ത ഫില്ല് ചെയ്ത്. ഇതിന്റെ കുറച്ചൊന്ന് വേറെ പാത്രത്തിലുണ്ടായി. ഞാൻ പോകുന്ന മുന്നേ തീർത്ത് വെച്ചിട്ടാ പോയത്. നേരത്തെ അച്ഛന്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, അപ്പൊ അവര് കൊണ്ടുവന്ന കേക്ക് ആട്ടോ അത്. പുള്ളൂത്തി എന്നൊക്കെ എഴുതിയിട്ട് ഒരു ഹാർട്ടൊക്കെ ഉണ്ട്. ചോക്ലേറ്റ് കേക്ക് ആട്ടോ കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഇത് കട്ട് ചെയ്യാം. ഓ, ചെറിയ രസം തന്നെ. ഗൈസ്, നിങ്ങൾ ഇന്നലെ കാണുന്ന സമയത്ത് ഞങ്ങൾ രാത്രിയായിരുന്നു, ഇപ്പൊ രാവിലെ. ഞങ്ങളെല്ലാരും ഇവിടെ സ്റ്റേ ആയിരുന്നു. ഇന്നലെ ടേസ്റ്റോടെ കഴിച്ച ചിക്കൻ കറി. അതെ, ഇന്നത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടോ? ചിക്കൻ കറി ഉണ്ട്, നൂൽപുട്ടുണ്ട്, പിന്നെ അമ്മേന്റെ സ്പെഷ്യൽ മുട്ടക്കറി ഉണ്ട്. അതുണ്ട്. ചായ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊണ്ടുവച്ചോ പോയേ. ഷാമിയുടെ അമ്മനെ വിളിക്കണോ? ഇപ്പൊ ഞങ്ങളുടെ വീടാണ് അവിടെ അവിടെ ഇവിടെ നല്ല കിടിലം പൂച്ചുണ്ടായിരുന്നു ഗൈസ്. പക്ഷെ വിളിച്ചൊരു മൈൻഡ് ചെയ്തു. അത് അടുത്ത വീട്ടിലുള്ള പൂച്ചയാണ്. ഇവിടെ എല്ലാ പൂച്ചനെയും പോയി പിടിക്കും. ഇന്നലെ ഗൈസ് എപ്പോഴാണ് ഞങ്ങൾ ഉറങ്ങിയത് പോലെ ഞങ്ങൾക്കറിയില്ല. ഞങ്ങള് രാത്രി ഫുഡൊക്കെ കഴിച്ച് കൊറേ ഫ്രഷ് ഒക്കെ ആയി, കൊറേ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ബാൽക്കണിയിലിരുന്ന് കൊറേ പ്രേതത്തിന്റെ കഥയൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി റൂമിൽ പോയി കിടന്ന് ഉറങ്ങിയിരിക്കുന്നത്. വീഡിയോ ഒന്നും എടുക്കാൻ ഓർമ്മയുണ്ടായിരുന്നില്ല. അതെന്താ നമ്മളങ്ങനെ ജോലി ആയിട്ട് അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ രാവിലെ ആയപ്പോഴാണ് അല്ല ഇന്നലെ ഉറങ്ങിക്കഴിഞ്ഞ പകുതി ഇവിടെ ഞെട്ടിയിട്ട് പറഞ്ഞു, അയ്യോ വീഡിയോ എടുക്കണ്ടേ, വീഡിയോ എടുക്കാൻ മറന്നുപോയല്ലോ. അപ്പത്തേക്കിനും എല്ലാരും പകുതി ഉറങ്ങിയിട്ടുണ്ട്. 5 വിളിച്ചിട്ട് എണീക്കുന്നില്ല, അങ്ങനെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ പിന്നെ ഇന്ന് രാവിലെ എടുക്കാം ബാക്കി കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. 5 അമ്മയും എല്ലാവരും കൂടെ ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ എണീറ്റ് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചേനെ, പക്ഷെ ഇവര് വിളിച്ചു ഉണർത്തിയില്ല ഞങ്ങളെ. അതുകൊണ്ട് പിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി. എല്ലാവരും ഫുഡ് കഴിക്കാണ് ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പറശ്ശിന് പോവാൻ അല്ലേ? എല്ലാവരും കൂടെ എല്ലാവരും കഴിച്ചോളൂ, പെട്ടെന്ന് കഴിച്ചോളൂ. പക്ഷേ ഈ ചിക്കൻ കറിയാണ്, ഞാൻ എഗ് കറിയാണ്, ജുൻകായും എഗ് കറി, അമലേട്ടൻ ചിക്കൻ കറി, കാക്ക 2 കൂടെ മിക്സ്. കഴിക്കാം.